ജെന്യൂനായിട്ട് പറയണം. ഓക്കെ, സത്യസന്ധമായിട്ട് ഉള്ളത് പറഞ്ഞാൽ IEAS ഷെബിനെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. IAS അല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റം ഷെബിനെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റിയലി ജസ്റ്റ് ടെൽ മി ദ ട്രൂത്ത്. ഓക്കെ, സോ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് മുമ്പത്തെ എൻ്റെ ഒരു കാര്യം പറയാനുണ്ട്. സോ ഞാൻ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന ആ ടൈമിൽ +2 കഴിഞ്ഞപ്പോൾ ഏകദേശം എനിക്ക് അങ്ങനെ ഒരു കരിയർ ബേസ്ഡ് വലിയൊരു ഇതില്ലായിരുന്നു. ഡിഗ്രി ആയിരുന്നു, പിന്നെ ഒരു PG ചെയ്യുന്ന, ജോലി ചെയ്യുന്ന, അങ്ങനെ 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 പോവാന്നുള്ളതായിരുന്നു. ബട്ട് ഇൻ ദ സെൻസ് ലൈക്ക് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ഞാൻ പാർട്ടിയിലൊക്കെ ഒരു സെക്രട്ടറി ആയിട്ടൊക്കെ ഹരിതന്റെ അങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിലെനിക്ക് കുറച്ചൊരു ലീഡർഷിപ്പ് എനിക്ക് കുറച്ചുകൂടി ഞാൻ ഓക്കെ ആണ്, ബിൽഡപ്പ് കുറച്ചുകൂടി നന്നായിരിക്കും എന്നൊരു ഫീലിംഗ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ഡിഗ്രി ഞാൻ PG പോവാതെ തന്നെ ഞാൻ ജോലി കയറി. സോ ഇന്റർവെൽ ഒരു ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ്. സോ അതിൽ ഞാൻ CR ആയിരുന്നു ആക്ച്വലി. അപ്പം അതിൽ എനിക്ക് കുറേ ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റി. ഇപ്പോൾ പാരൻസിനോടാണെങ്കിലും ആൾക്കാരിൽ ഡീലിങ് എനിക്ക് കുറച്ച് പഠിച്ചു തുടങ്ങി. ആൻഡ് ഐ ക്യാൻ ഡീൽ ദം, എനിക്ക് അവർ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഐ തോട്ട് ഓഫ് ലൈക്ക് എനിക്ക് എൻ്റെ സ്കിൽസ് കുറച്ചുകൂടി ഇങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു CRO എന്ന രീതിയിൽ ഞാനൊരു 9 months വർക്ക് ചെയ്ത് എന്നിട്ട് ഞാൻ റിസൈൻ ചെയ്തപ്പോൾ അപ്പോൾ എനിക്കറിയാം ഏകദേശം എനിക്ക് ഏതിലാണ് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുക, ഏതെനിക്ക് ഇൻട്രസ്റ്റഡ് ഏരിയ ഏതാന്ന് എനിക്ക് കറക്റ്റ് അറിയായിരുന്നു. ഒരു സാധനം കിട്ടി. ബട്ട് ഇൻ ദ സെൻസ് എങ്ങനെയാണ് അതിലോട്ട് ഇനി എങ്ങനെ പോവുക, എങ്ങനെയാണ് എനിക്ക് അതിൽ ബെറ്റർ ആവുക, എന്ത് ചെയ്താലാണ് എനിക്ക് ബെറ്റർ ആവുക എന്നുള്ളത് കുറെ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഒരു IES എന്നുള്ളൊരു സംഭവം ജീവിതത്തിന്റെ ഒരു പാർട്ടായിട്ട് വരുന്നത്. ആക്ച്വലി ഇതൊരു 1 വീക്കിന് മേലായി. 1 വീക്കിന്റെ മേലായി. സോ 1 വീക്കിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു? ഇപ്പൊ അതായത് ഇപ്പോൾ പ്ലാൻസ് ഒക്കെ കുറച്ച് എത്ര കാലം ഇപ്പൊ വർക്ക് വിട്ടിട്ട് ആക്ച്വലി ഞാനൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തിരുന്നു. ഷോർട്ട് ബ്രേക്കിന്റെ ലെങ്ത് എത്രയാണ്? ഷോർട്ട് ബ്രേക്ക് ഇൻ ദ സെൻസ് ഒരു 6 months. ജോലി വിട്ടിട്ട് എത്ര കാലായി? ജോലി വിട്ടിട്ട് കുറച്ചായി, 1 year. അതല്ലേ ബ്രേക്ക്? 1 year ആയിട്ട് ഗ്യാപ്പ് വരികയാണ്, അതേ ജോലിയൊന്നും ഇല്ലാതിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും മൈൻഡഡ് ഉള്ളോ അല്ലേ? അപ്പൊ ആ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ആവാൻ പറ്റാതെ കിടന്ന് എന്തൊരവസ്ഥയിൽ നിൽക്കുക. കാരണം ഇപ്പം അമി പറഞ്ഞ പോലെ കഴിവില്ലായിട്ടല്ല, അവൾക്ക് ചാൻസ് കിട്ടിയ സമയത്ത് കോളേജിൽ നന്നായി പെർഫോം ചെയ്തു. റൈറ്റ്, എല്ലാവരും പെർഫോമേഴ്സ് തന്നെയാണ്, എവ്രിബഡി. എല്ലാവർക്കും ഒരു ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ ദർ ആർ മൊമെന്റ്സ് ദേ ആർ പ്രൗഡ് അബൌട്ട്. പക്ഷെ ആ ആളുകൾ തിരിച്ചു കിട്ടുന്നില്ല. അതിനിപ്പോൾ തിരിച്ചു കിട്ടും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീണ്ടും നമുക്ക് ആവേശമുള്ള ഒരു കാര്യം ചെയ്യേണ്ടി വന്നാൽ തിരിച്ചു കിട്ടും. പക്ഷെ ആവേശമുള്ള കാര്യം എങ്ങനെ ചെയ്യാം? കിട്ടട്ടെ. നമ്മളിപ്പോൾ ഇൻട്രസ്റ്റിംഗ് ജോബിൽ ഇപ്പോൾ ആരെങ്കിലും അവിടെ നിന്നുള്ള വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ. ഈ ജോലി കിട്ടണമെങ്കിൽ തന്നെ നമുക്കൊരു ഷർവുണ്ട് അല്ലേ? ജോലി തരുന്ന ആൾക്കാർക്ക് നമ്മളെ കാണുമ്പോൾ ഓക്കെ ഇയാളെ കൊണ്ട് ഇന്നതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള, അത് നമ്മളൊരു പെർഫോമർ ആയിക്കോട്ടല്ലേ. പലരും പറഞ്ഞാൽ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഉഷാറായിരുന്നു. അത് ഓക്കെയാണ്, ജോലി കിട്ടി കഴിഞ്ഞാൽ ആക്റ്റീവാണ്. അപ്പോൾ എന്താന്ന് വെച്ചാല് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആയിട്ട് എനിക്ക് എൻ്റെ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല ഏത് റൂട്ടിൽ കൂടെ പോയാലാണ് എടുത്താന്നൊന്നും ഫോക്കസ് ഇല്ല, ഒന്നും ഡിറക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് ആരും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നറിയാം. അങ്ങനെയാണ് ഈ IES ഞാനൊരു 1 വീക്കിൻ്റെ മേലായിട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ആക്ച്വലി എനിക്കൊരു കൺസിസ്റ്റൻ്റ് എനർജി ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് അപ്പം എനിക്ക് എൻ്റെ ഫോക്കസ് കുറച്ചുകൂടിയും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്താൽ അവിടെ എത്താൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ ഞാൻ മോർണിംഗ് തന്നെ നീക്കുമ്പോൾ ഇതാണ് ചെയ്ത് നീക്കൽ. ലൈക്ക് ആഫ്റ്റർ ഈ ഒരു IES ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ബാക്കിയുള്ള ടാസ്കിലേക്കൊക്കെ ഞാൻ പോകല്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഞാൻ ടാസ്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ബട്ട് ഇൻ ദ സെൻസ് ഒരു എനർജി ഫീൽ ചെയ്യലില്ല, ഒരു ഊർജം ഫീൽ ചെയ്യില്ല. ബട്ട് ഇത് ചെയ്ത് ലൈക്ക് ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞപ്പോൾ ആക്ച്വലി എനിക്ക് ഈ എനർജി കൊണ്ട് എനിക്ക് എന്തൊക്കെ ഇനി ചെയ്യാൻ പറ്റാന്നുള്ളൊരു റിയലൈസേഷൻ എനിക്ക് ആക്ച്വലി വന്നു. മടി പോയി, പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് നീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ഊർജം ഒക്കെ ഡെവലപ്പ് ചെയ്ത പോലെ. ഫ്രണ്ട്സ്, നമ്മുടെ ബ്രെയിൻ എനർജി റിലീസ് ചെയ്താൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. കാരണം അങ്ങനത്തെ മൊമെന്റ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വളരെ ആവേശത്തോടെ എനർജറ്റിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല, ചിലപ്പോൾ ഒരു ലോങ് ബ്രേക്ക് ഒന്നും നമ്മുടെ ബ്രെയിൻ ആ പഴയ ഓർമ്മകളൊക്കെ നഷ്ടമായി. പിന്നെ ഇങ്ങനെ നമ്മൾ ഒരേ കാര്യം തന്നെ ചെയ്തു, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഐഡിയലായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു മന്ദപ്പ് എന്ന് പറയാം. എന്താ പറയുക, നമുക്ക് ഫോക്കസ് കിട്ടില്ലൊന്നും ചെയ്യാൻ തോന്നില്ല, എനർജി ഇല്ല.
ഒരു സ്റ്റാർട്ട് ഡ്രൈവ് മിസ്സായി. ആ ഡ്രൈവ് മിസ്സായി കഴിഞ്ഞാൽ ഫിനിഷ്ഡ്, നമ്മൾ ഫിനിഷ് ആയിരുന്നതാണ്. കാരണം പിന്നെ എങ്ങനെ ആ ഡ്രൈവ് തിരിച്ചിട്ടും, കാരണം നമുക്കറിയാം നല്ലൊരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രൈവ് തിരിച്ചു കിട്ടുമെന്നറിയാം. പക്ഷെ ആ പാഷനേറ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ഇറങ്ങണമെങ്കിൽ തന്നെ ഫസ്റ്റിൽ നമുക്ക് നമ്മുടെ തലയിൽ ആ പ്രൊജക്റ്റ് ഉദിക്കണ്ടേ, അല്ലേ? ഉദിച്ചാൽ തന്നെ എൻ്റെ ക്ലാരിറ്റി വരണ്ടേ. അപ്പോൾ ഈ കേസിൽ നമ്മൾ രാവിലെ തന്നെ ബ്രെയിനെ ഹാക്ക് ചെയ്യാം. അത് നമ്മൾ വി ആർ ഓൺ എ പ്രൊജക്റ്റ് എന്നുള്ള മെസ്സേജ് നമ്മുടെ ബ്രെയിനിന് കിട്ടുകയാണ്. അതാണുള്ള ആക്ടിവിറ്റീസിൽ സംഭവിക്കുന്നത്. അതിൽ നമ്മൾക്ക് വളരെ ഉഷാറായിട്ട് ഉന്മേഷത്തോടു കൂടി നമ്മൾ ചെയ്തിരുന്ന ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആവും. അതായത് നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ രാവിലെ എണീച്ച് എത്ര സമയം വേണ്ടി വരും ഇത് ചെയ്യാൻ? ഇത് ആക്ച്വലി ഒരു ഹാഫ് ആൻ അവർ വേണ്ടി വരില്ല, ഒരു 25 മിനിറ്റ്സ്. ഈ 25 മിനിറ്റ്സിനുള്ളിൽ വി ആർ കമ്മിങ് ഔട്ട്, അല്ലേ? എന്താ കൂട് പൊട്ടിച്ച് പുറത്തേക്ക് ചാടും, അല്ലേ? സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വഴികളുണ്ടായിട്ടും ആളുകൾ ഇത് മനസ്സിലാക്കാതെ ഇനി ഉണ്ടെന്ന് പറഞ്ഞാലും അവർ എന്തുകൊണ്ടാണ് അതിലേക്ക് ഇറങ്ങാത്തത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ, വാട്ട് യു ഫീൽ? എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും ആക്ച്വലി. കാരണം ഇപ്പം എനിക്കൊരു അറിയാത്തൊരു സംഭവമായിരുന്നു IAS എന്നുള്ളത്. സോ കൈൻഡ് ഓഫ് പുതിയതായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ലൈക്ക് ഐ വാസ് കൈൻഡ് ഓഫ് ഇതൊന്നും വർക്കാവില്ല എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് ഇൻ ദ സെൻസ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മൈൻഡിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു, ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് ലൈക്ക് ഇങ്ങനെ അതൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അത് ഒന്നില്ലെങ്കിലും നമ്മളൊരാളത്രയും, എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരാളിങ്ങനെ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അതൊന്ന് ചെയ്ത് നോക്കാനൊരു ഇൻട്രസ്റ്റ് കാണിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത്. സോ ഞാൻ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും എൻ്റെ ലൈഫിൽ ഈ ഒരു സംഭവം എനിക്ക് മനസ്സിലാക്കാനും ഇത് വെച്ചിട്ട് എത്രത്തോളം എനിക്ക് എൻ്റെ ലൈഫിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതൊക്കെ ക്ലാരിറ്റി വരുന്നത് ഫസ്റ്റത്തെ ആ ഒരു ജസ്റ്റ് ഡു ഇറ്റ്, ജസ്റ്റ് ട്രൈ ഇറ്റ് എന്നുള്ളൊരു മൈൻഡാണ് ഫസ്റ്റ് വരേണ്ടത്. ഫോക്കസ് എത്ര ഇരട്ടി കൂടിയിട്ടുണ്ട് എന്നാണ് ഒരു 100 ഇരട്ടി തന്നെ പറയാം. ക്ലാരിറ്റി എത്രമാത്രം കൂടിയിട്ടുണ്ട്, എനർജി ലൈക്ക് സ്റ്റേബിൾ ആണ് എല്ലാ ദിവസവും. ഒന്നിങ്ങനെ പൊതുവെ നമുക്കൊരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചിങ്ങനെ ഡൗൺ ആയിരുന്നു, പക്ഷെ ഉറങ്ങണ വരെ അതിങ്ങനെ സ്റ്റേബിൾ ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് എന്താ നമ്മൾ ആൾറെഡി ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അതിനുവേണ്ടി നമ്മൾ എഫോർട്ട് എടുക്കേണ്ട ടൈം ചിലവാക്കും. അപ്പോൾ അതിൻ്റെ ആ റിസൾട്ട് ഇപ്പം നമ്മൾ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഷെബി പറഞ്ഞ പോലെ 100 ഇരട്ടിയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള കരിയറിൽ അത് എത്ര വലിയ ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാക്കുക. നിങ്ങൾ ബിസിനസ് ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ സെർട്ടൺ ടാസ്ക് അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണ്, ചെയ്യാൻ പറ്റാത്ത പണിയുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി, ഈ ഒരു ഫോക്കസ്, ഈ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ അത് എത്ര വലിയ ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാക്കുക. ജസ്റ്റ് തിങ്ക്, ബി സ്മാർട്ട്. നമ്മളിങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത് പ്രയാസപ്പെട്ട് ജീവിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ബ്രെയിനെ കുറിച്ച് പഠിച്ച്, കാരണം നമ്മൾ ബ്രെയിൻ്റെ മാനുവൽ ആദ്യം നോക്കുക. ഫസ്റ്റ് നമ്മൾ കിട്ടേണ്ടത് അതാണ്, നമ്മൾ മാനുവൽ, ഹൗ ടു യൂസ് അവർ ബ്രെയിൻ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് നമ്മുടെ കയ്യിലാണ്.